ശബരിമല യുവതീ പ്രവേശത്തിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച്. കോടിക്കണക്കിന് ജനങ്ങൾ പിന്തുടരുന്ന വിശ്വാസം തെറ്റെന്ന് പ്രഖ്യാപിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നിരീക്ഷണം. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പേരിൽ മതത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന ബെഞ്ചിലെ ഏക വനിതയായ ജസ്റ്റിസ് ബി.വി. നാഗരത്നയും നിരീക്ഷിച്ചു. അതേസമയം യുവതീ പ്രവേശത്തിൽ NSS വാദത്തിനെതിരായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ വാദം. ഓരോ വിഭാഗത്തിന്റെയും ആചാരങ്ങൾ അതാത് വിഭാഗത്തിന് തീരുമാനിക്കാമെന്ന NSS വാദം അംഗീകരിക്കാനാവില്ലെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു. ശബരിമലയിലെ ആചാരം മതവിഭാഗത്തിന്റെ അവകാശമല്ലെന്നും ജാതി, വർഗം, വംശം, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിലക്ക് അംഗീകരിക്കുന്നില്ല എന്നും ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി സുപ്രീം കോടതിയെ അറിയിച്ചു. ഏപ്രിൽ 7-ന് ആരംഭിച്ച വിശദമായ വാദം കേൾക്കലിൽ നിലവിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം കേൾക്കലാണ് പുരോഗമിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരും NSS അടക്കമുള്ള കക്ഷികളും കഴിഞ്ഞയാഴ്ച തങ്ങളുടെ വാദം അവതരിപ്പിച്ചിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ശബരിമല യുവതീ പ്രവേശന വിധിയിലെ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി എന്താകും? ആദ്യം കാണാം RDX റാപ്പ്. ഓരോ വിഭാഗത്തിന്റെയും ആചാരങ്ങൾ അതാത് വിഭാഗത്തിന് തീരുമാനിക്കാമെന്ന NSS വാദം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ഉയർത്തിയത്. ജാതി, വർഗം, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിലക്ക് ശരിയല്ലെന്നും ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. പൊതുക്ഷേത്രങ്ങളിൽ ജാതിയുടെയോ വർഗത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ള യാതൊരുവിധ വിലക്കുകളും അംഗീകരിക്കാനാവില്ല. ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളെ കോടതികളും മാനിക്കേണ്ടതുണ്ടെന്നും ശബരിമലയിലെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനായതിനാൽ അവിടെ നിലനിൽക്കുന്ന യുവതീ പ്രവേശന വിലക്ക് നീക്കരുതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. NSSന്റെ വാദങ്ങളെ ഭരണഘടനാ ബെഞ്ചിലെ ജസ്റ്റിസ് B.V. നാഗരത്ന നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡും ശക്തമായ വിയോജിപ്പുമായി രംഗത്തെത്തിയത്. ശബരിമല കേസിൽ ദേവസ്വം ബോർഡിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് കോടതിയിലെത്തിയത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വാദപ്രതിവാദങ്ങൾ സുപ്രീം കോടതിയിൽ നടക്കും. RDX റാപ്പ്, ന്യൂസ് മലയാളം. ഈ വിഷയത്തിൽ നിലവിൽ ചില ഡേറ്റകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ കേസിന്റെ നിലവിലത്തെ അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ബെഞ്ചാണ് നിലവിൽ കേസിലെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത്. ജസ്റ്റിസ് B.V. നാഗരത്ന ബെഞ്ചിലെ ഏക വനിതയാണ്. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം, പാഴ്സി സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയവയും ബെഞ്ച് പരിശോധിക്കുന്നുണ്ട്. ഏപ്രിൽ 7-നാണ് പുനഃപരിശോധനാ ഹർജികളിലുള്ള അന്തിമവാദം ആരംഭിച്ചത്. ഇന്നത്തെ ദേവസ്വം ബോർഡ് വാദം എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ വിഭാഗത്തിന്റെയും ആചാരങ്ങൾ അതാത് വിഭാഗത്തിന് തീരുമാനിക്കാമെന്ന വാദം അംഗീകരിക്കാനാവില്ല എന്ന് ബോർഡ്. ജാതി, വർഗം, വംശം, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിലക്ക് ശരിയല്ലെന്നും ബോർഡ് സുപ്രീം കോടതിയിൽ വാദിച്ചു. ശബരിമലയിലെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അത് നിലനിർത്താനാണ് പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളെ അകറ്റി നിർത്തുന്നത്. ഇത് ഭരണഘടനാപരമായി വിവേചനമായി കാണാനാവില്ല എന്നും ദേവസ്വം ബോർഡിന്റെ വാദം. ആചാരപരമായ പ്രാധാന്യം നൽകേണ്ടത് ക്ഷേത്രങ്ങളിലെ നിയമങ്ങൾക്കും ദൈവസങ്കല്പത്തിനും. ആചാര വിഷയങ്ങൾ വസ്തുനിഷ്ഠമായല്ല ആത്മനിഷ്ഠമായി പരിശോധിക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് അവിടെ വാദിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, സുപ്രീം കോടതി ഈ വിഷയത്തിൽ നടത്തിയ നിരീക്ഷണങ്ങൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യക്ഷേമ പരിഷ്കരണത്തിന്റെ പേരിൽ മതത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കാനാവില്ലെന്ന് ജസ്റ്റിസ് B.V. നാഗരത്ന. കോടിക്കണക്കിന് ജനങ്ങൾ പിന്തുടരുന്ന വിശ്വാസം തെറ്റെന്ന് പറയാൻ കോടതിക്കാവില്ല എന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിക്കുകയുണ്ടായി ഇന്ന്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിന്റെ വാദം എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെയും വിശ്വാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞയാഴ്ച വാദിച്ചിരുന്നു. പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളും രാജ്യത്തുണ്ട്. കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ചു പോകുന്ന രീതിയുണ്ട്. പുരുഷ പൂജാരിമാർ സ്ത്രീ ഭക്തരുടെ പാദം കഴുകുന്ന രീതിയുമുണ്ട്. ഇതെല്ലാം പുരുഷ കേന്ദ്രീകൃതമോ സ്ത്രീ കേന്ദ്രീകൃതമോ അല്ല എന്നും കേന്ദ്ര സർക്കാർ വാദിച്ചിരുന്നു. ക്ഷേത്രങ്ങളിൽ ആരാണ് പ്രവേശിക്കേണ്ടതെന്ന് ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് തീരുമാനിക്കേണ്ടതെന്ന് NSSും വാദിച്ചു. ഇനി മറ്റൊന്ന്, സുപ്രീം കോടതിയുടെ ആദ്യ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു മതപരമായ ആചാരം അന്ധവിശ്വാസമാണോ എന്ന് പരിശോധിക്കാൻ കോടതിക്ക് അധികാരമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ക്ഷേത്രങ്ങളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവേശനം അനുവദിക്കുന്നതാണ് ഹിന്ദുമതത്തിന്റെ അന്തസത്തയെന്ന് B.V. നാഗരത്ന അന്ന് പറഞ്ഞിരുന്നു. ഹിന്ദുമതത്തിൽ ഓരോ ആരാധനാലയങ്ങൾക്കും പ്രത്യേക ആചാരമുണ്ടെന്നും പോകുന്നവർ ആ ക്ഷേത്രത്തിലെ ആചാരം പാലിക്കണമെന്നും നാഗരത്ന അന്ന് പറഞ്ഞിരുന്നു. വസ്ത്രം ധരിക്കുന്നതിൽ അടക്കം പല ക്ഷേത്രങ്ങളിലും വ്യത്യാസമുണ്ടെന്ന് ഗുരുവായൂർ ക്ഷേത്ര ആചാരം പരാമർശിച്ചുകൊണ്ട്
ചീഫ് ജസ്റ്റിസും നിരീക്ഷിച്ചിരുന്നു. അവിശ്വാസിക്കും മതപരമായ വിഷയങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും നിരീക്ഷിച്ചിരുന്നു. യുവതീ പ്രവേശനത്തിൽ അയ്യപ്പ ഭക്തരല്ലാത്തവരുടെ ഹർജി എന്തിനാണ് പരിഗണിച്ചത് എന്ന BV നാഗരത്നയുടെ നിരീക്ഷണവും വലിയ ചർച്ചയ്ക്ക് നിലവിൽ വഴിവെച്ചിരുന്നു. ഇതൊക്കെയാണ് ഈ വിഷയത്തിലെ ഡേറ്റകളായി നിലവിലുള്ളത്. നമുക്ക് മുന്നിലുള്ള കേസ് പരിഗണിക്കുമ്പോഴുള്ള നിരീക്ഷണങ്ങളും വാദങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്. ഷബ്ന സിയാദുണ്ട് സുപ്രീം കോടതിയിൽ ഡൽഹിയിൽ നിന്ന്. ഷബ്ന, ഇതിൽ കോടതിയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് വല്ലാതെ അങ്ങ് അഭിപ്രായം പറയുക എന്നൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രാപ്യമായ ഒരു കാര്യമല്ല. നമ്മളതിൽ മുതിരുകയും ചെയ്യരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഇത്രയധികം സെൻസേഷണലായ ഒരു കാര്യം കൂടിയാണ് ഇത്. അപ്പോഴും ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പക്ഷേ ഒരു യുക്തമായ ഒരു കാര്യമാണ് ഇവിടെ നടത്തിയത് എന്നാണ് എനിക്ക് പ്രാഥമികമായി നോക്കുമ്പോൾ തോന്നുന്നത്. കാരണം യുവതീ പ്രവേശന വിലക്കിനെ യുവതീ പ്രവേശന വിലക്കിനെ പ്രതികൂലിച്ചുകൊണ്ടായിരുന്നു ഇന്ന് അഭിഷേക് സിംഗ്വി അവിടെ വാദം നടത്തിയിരുന്നത്. അതിൽ തന്നെ NSS വാദത്തെ ഖണ്ഡിക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് ബോർഡ് അവിടെ വാദം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഓരോ ക്ഷേത്രത്തിലും പ്രവേശിക്കുന്നത് അതത് മത ആചാരങ്ങൾക്കനുസൃതമായി അവർ തീരുമാനിക്കുന്ന രീതിയിൽ മത ലിംഗഭേദം ഇതൊക്കെ അതിന് അടിസ്ഥാനമായി വരുമെന്ന വാദത്തെയാണ് ഇന്ന് അവിടെ തള്ളിക്കളയാൻ ശ്രമിച്ചിരിക്കുന്നത്. അത് ഒരു പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു കാര്യം NSS ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ, പക്ഷേ അങ്ങനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയായിട്ടോ ഉൾപ്പെടുത്തിയതാവാം. എന്നാൽ പോലും അങ്ങനെ പറയുമ്പോൾ അതിലൊരു ജാതി അടിസ്ഥാനം ചിലപ്പോൾ അതിൽ വന്നേക്കാം, അത്തരത്തിലുള്ളൊരു വ്യാഖ്യാനം വന്നേക്കാം. കാരണം ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ജാതി അടിസ്ഥാനപ്പെടുത്തി ഇപ്പോഴും ചില കാര്യങ്ങൾക്കൊക്കെ ജാതി ഒരു മാനദണ്ഡമായി മുന്നോട്ട് വെക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അത്ര കണ്ട് അങ്ങോട്ട് അംഗീകരിക്കാനോ അത് ഉൾക്കൊള്ളുവാനോ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം അതിലേക്ക് വന്നേക്കാവുന്നതും നമുക്കത് വായിച്ചെടുക്കാവുന്നതോ വ്യാഖ്യാനിച്ചെടുക്കാവുന്നതോ ആയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിലവിൽ ദേവസ്വം ബോർഡ് ഒരു യുക്തമായ ഇടപെടൽ ആ കാര്യത്തിൽ നടത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യരുത് എന്ന തരത്തിൽ അവിടെ ഒരു വാദം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഷബ്ന, എങ്ങനെയാണ് ഇന്നത്തെ ഈ വാദപ്രതിവാദങ്ങളെ കാണുന്നത്? ശ്യാമിലി, ഇത് എടുത്തു പറയേണ്ട ഒന്ന്, ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25(2)(b)യും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26(b)യും തമ്മിലുള്ള ഒരു വ്യാഖ്യാനം, അതിനെയാണ് ഈ NSSൻ്റെയും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇത്തരത്തിലുള്ള ഈ രണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ വെച്ചാണ് ഈ വാദം നടത്തിയത്. NSS വാദം ഉന്നയിക്കുമ്പോൾ ഭരണഘടനയുടെ ഈ ആർട്ടിക്കിൾ 26(b) പ്രകാരം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകമായി ഈ മതാചാരങ്ങളിൽ അധികാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെയാണ് NSS ഹൈലൈറ്റ് ചെയ്തത്. ഈ NSSന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനായ വൈദ്യനാഥൻ ആ രീതിയിലുള്ള വാദമാണ് ഉന്നയിച്ചത്. അതായത് ഏതെങ്കിലും ഒരു മതവിഭാഗം പ്രത്യേകമായി ആചാരങ്ങളിൽ ഇടപെടുന്നതിൽ അല്ലെങ്കിൽ അവർക്കൊരു അധികാരമുണ്ട് എന്ന്. പക്ഷേ ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൽ കൃത്യമായി പറഞ്ഞത് ആർട്ടിക്കിൾ 25(2)(b) പ്രകാരം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആചാരങ്ങളിൽ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടാം എന്നതാണ്. അതാണ് അതിൽ അവർ തമ്മിലുള്ള വാദത്തിൽ ഒരു ഇന്നിപ്പോൾ ഇത്തരത്തിൽ ചർച്ച ചെയ്ത് NSSൻ്റെ വാദത്തെ എതിർത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ കാരണം അതാണ്. കാരണം ഈ മതാചാരങ്ങളിൽ മതവിഭാഗത്തിന് ഇടപെടാം എന്ന് NSS പറയുമ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ഏതെങ്കിലും മതത്തിൻ്റെ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാം എന്ന ആർട്ടിക്കിൾ 25(2)(b)യിൽ അതിനാണ് പ്രാമുഖ്യം എന്നാണ്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇന്ന് ഏറെ ചർച്ചയായതും. പ്രത്യേകിച്ച് മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് സിംഗ്വി ഇതിലാണ് വാദം ഉന്നയിച്ചത്. പക്ഷേ ശബരിമല സ്ത്രീ പ്രവേശനം രണ്ട് NSSും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും അവിടുത്തെ പ്രതിഷ്ഠയുടെ ഇത് കണ്ട് തന്നെ എതിർക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിച്ചത്. ശരി, ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്. 2018 സ്ത്രീകളുടെ ഭരണഘടനാപരമായ ധാർമ്മികത എന്ന തത്വം ഉയർത്തിയാണ് യുവതീ പ്രവേശന വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. എന്നാൽ പിന്നീട് വിധിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് പുനഃപരിശോധനാ ഹർജികളിൽ കോടതി വിശദമായ വാദം കേൾക്കൽ ആരംഭിച്ചത്. നിലവിൽ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എങ്കിലും ഇതിൽ തന്നെ വ്യത്യസ്ത നിലപാടുകളാണ് ഉയർന്നു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ വാദം കേൾക്കലിനിടെ കോടതി ഉയർത്തിയ പല നിരീക്ഷണങ്ങളും വലിയ ചർച്ചയായിരുന്നു. ലിംഗസമത്വത്തിനും വിശ്വാസ സംരക്ഷണത്തിനും വേണ്ടി ബെഞ്ച് ഒരുപോലെ വാദിക്കുന്നതും വളരെ കൗതുകത്തോടെയാണ് എല്ലാവരും വീക്ഷിച്ചത്.
പറഞ്ഞത്. കോടിക്കണക്കിന് ജനങ്ങൾ പിന്തുടർന്ന മതവിശ്വാസം തെറ്റെന്ന് പ്രഖ്യാപിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന ചീഫ് ജസ്റ്റിസിന്റെ ഇന്നത്തെ നിരീക്ഷണവും ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം യുക്തിക്ക് അതീതമാണോ എന്ന മർമ്മപ്രധാനമായ ചോദ്യത്തിനാണ് കോടതി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് വേണം നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനവും പാഴ്സി സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നതിലും ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കക്ഷികളുടെയും വാദം കേട്ട ശേഷമുള്ള രാജ്യത്തെ പരമോന്നത കോടതിയുടെ ആ സുപ്രധാനമായ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം.